100 ആള് മയ്യിത്ത് നിസ്കരിക്കുവാനുണ്ടെങ്കിൽ അല്ലാഹു തആല അയാളുടെ പാപങ്ങൾ പൊറുക്കുന്നതാണ്. ഈ 100 ആളുകളുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. നാം ഒക്കെ സ്വയം ചിന്തിക്കുക, എന്റെ മയ്യിത്ത് നിസ്കാരത്തിന് 100 ആളെങ്കിലും ഒരുമിച്ച് കൂടുമോ? എന്റെ മയ്യിത്ത് നിസ്കാരത്തിന് 100 ആൾ ഉണ്ടാകുമോ? ഉണ്ടാകണമെങ്കിൽ ബന്ധങ്ങൾ വിശാലമാക്കണം. വിശ്വാസികളോടുള്ള ബന്ധം നാം വിശാലമാക്കണം. നാം നമ്മുടെ സ്വന്തം കാര്യം നോക്കി നമ്മുടെ മാത്രം കാര്യങ്ങളിൽ ചുരുങ്ങിക്കൂടാതെ വിശ്വാസികളായ ആളുകളുടെ കാര്യങ്ങളിലും ഇടപെടാനും അവരുമായിട്ട് കുശലാന്വേഷണം നടത്തുവാനും അയൽവക്ക ബന്ധം സ്ഥാപിക്കുവാനും പള്ളികളുമായി ബന്ധപ്പെടുവാനും അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടലുകൾ നടത്തുവാനും എല്ലാം മുൻപന്തിയിൽ ഉണ്ടായാൽ, ആത്മാർത്ഥമായിട്ടുണ്ടായാൽ തീർച്ചയായിട്ടും അവരുടെ സാന്നിധ്യം നമ്മുടെ മയ്യിത്തിന്റെ അരികിലുണ്ടാകും. നമുക്ക് വേണ്ടി നിസ്കരിക്കാൻ 100 ആൾ ഉണ്ടാകും. 100 ആൾ മയ്യിത്ത് നിസ്കരിച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാമിൻ മയ്യിത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തും മിനൽ മുസ്ലിമീന യബ്ലുഗൂന മിഅ. ഏതെങ്കിലും ഒരു മയ്യിത്തിന് 100 ആളുകൾ നിസ്കാരം നടത്തി, എന്നാൽ കുല്ലുഹും യശ്ഫഊന ലഹു ഇല്ലാ ശുഫിഉ ഫീഹി, എല്ലാവരും ആ മയ്യിത്തിന് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി എന്ന പ്രാർത്ഥന ആ മയ്യിത്തിന് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ അവരുടെ പ്രാർത്ഥന അള്ളാഹു തീർച്ചയായിട്ടും സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ മയ്യിത്തിന് പുറത്തു കൊടുക്കുകയും ചെയ്യും. വിശ്വാസികളെ, 100 ആളുകൾ നമ്മുടെ മയ്യിത്ത് നിസ്കരിക്കുവാൻ വേണ്ടി ഉണ്ടാവാൻ നാം ശ്രമിക്കണം. കാരണം പരലോകത്ത് നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഭയാനകമായ നരകത്തിന്റെ ആ ഭയാനകതയിൽ പെട്ടുപോകാതെ, നരകത്തിൽ പെട്ടുപോകാതെ രക്ഷപ്പെടാൻ ഈ 100 ആളുകളുടെ ശുപാർശ തീർച്ചയായിട്ടും ഉപകാരപ്പെടുക തന്നെ ചെയ്യും. അതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് ഈ വിലപ്പെട്ട ഇൽമ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.